Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyanur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശവുമായി ലോകമെങ്ങും ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി ആഘോഷത്തിലേക്ക്. ക്രിസ്മസ് ദിന സന്ദേശവുമായി കണ്ടോത്ത് സെന്റ് തോമസ് ചർച്ച് വികാരി ഫാദർ ജോൺ മുണ്ടോലിക്കൽ. ദൈവം മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിച്ചതിൻ്റെ ഓർമ്മ പുതുക്കുന്ന ക്രിസ്തുമസ് ഒരിക്കൽ കൂടി സമാഗതമായിരിക്കുകയാണ്. മനുഷ്യനെ തേടി വന്ന ഒരു ദൈവത്തെ ഓർമ്മപ്പെടുത്തുന്ന ക്രിസ്തുമസ്. ഈ ലോകത്തിൽ പ്രകാശമായി കടന്നു വന്നവനാണ് ക്രിസ്തുദേവൻ. അതെ, ഈശോ മനുഷ്യർക്ക് പ്രകാശമായവൻ. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഒരു വചനം ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നുണ്ട്: ഇരുളിൽ പ്രകാശമായി അവിടുന്ന് കടന്നു വന്നു എന്ന്. അതെ, ഇരുളിൽ പ്രകാശിക്കുന്ന ആ പ്രകാശത്തെ കീഴടക്കുവാൻ ആർക്കും സാധിച്ചില്ല. അതെ, ഇന്ന് ഈ ലോകത്തിൽ തിന്മ നിറഞ്ഞു നിൽക്കുന്ന അന്ധകാരത്തിൻ്റേതായ പല സാഹചര്യങ്ങളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ഈ ക്രിസ്തുമസ് വളരെ അർത്ഥവത്താണ്. സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു വലിയ സന്ദേശം പങ്കുവെച്ച് തരുന്ന ക്രിസ്തുമസ് നമുക്കെല്ലാവർക്കും പ്രത്യാശ നൽകുന്നതാണ്. ഈ ലോകത്തിൽ സമാധാനമില്ലായ്മ നമ്മൾ ചുറ്റുപാടും കാണുമ്പോൾ ഇനി ഈ ലോകം നന്നാകില്ല, അല്ലെങ്കിൽ നമുക്കൊരിക്കലും രക്ഷയിലേക്ക് കടന്നു വരാൻ സാധിക്കില്ല എന്ന ചിന്തയോടുകൂടി കഴിയുമ്പോൾ അവിടെ ഈ ക്രിസ്മസ് വളരെ വലിയൊരു പ്രത്യാശ നൽകുന്നുണ്ട്. എല്ലാം സാധിക്കുമെന്നുള്ളത്. പ്രകാശത്തിൻ്റെ നന്മയുടെ വഴികളിലൂടെ ചരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഈ ക്രിസ്തുവിൻ്റെ തിരുപ്പിറവി തന്നെയാണ് ആചരിക്കുക. അതുകൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും പ്രത്യാശ നൽകുന്ന ഈ ക്രിസ്തുമസ് ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നിലനിൽക്കുന്ന, പ്രത്യാശ നൽകുന്ന ഒരു ജീവിതം നയിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രത്യേകമായിട്ട് ഈ ക്രിസ്മസ് ദിനത്തിൽ നെറ്റ്വർക്ക് ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്തുമസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ഏറ്റവും വലിയ സമ്മാനമായിട്ട് സന്തോഷവും മംഗളങ്ങളും നേരുകയും. ക്രിസ്മസ് സമാഗതമായപ്പോൾ നഗരക്കാഴ്ചകളുടെ തിളക്കത്തിൽ നോവായി ചില ജീവിതങ്ങൾ. ക്രിസ്മസ് അലങ്കാരങ്ങൾ വിൽപ്പന നടത്താനെത്തിയ നാടോടി കുടുംബങ്ങൾക്കൊപ്പമുള്ള കുഞ്ഞുങ്ങൾ നഗരത്തണുപ്പിൽ വീണുറങ്ങുന്നത് കാലിത്തൊഴുത്തിന് സമാനമായ തെരുവോരങ്ങളിലാണ്. ഡിസംബർ മാസത്തിന്റെ കുളിരിലാണ് പയ്യന്നൂർ നഗരം. വീഥികളാകെ ക്രിസ്മസ് നക്ഷത്രങ്ങളുടെയും വർണ്ണവിളക്കുകളുടെയും പ്രഭയിലാണ്. എന്നാൽ ഈ ആഘോഷപ്പൊലിമയ്ക്കിടയിൽ തെരുവോരങ്ങളിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന ചുവന്ന തുപ്പികൾക്കും സാന്താക്ലോസ് മുഖംമൂടികൾക്കും പിന്നിൽ ഒരു വലിയ അതിജീവനത്തിൻ്റെ കഥയുണ്ട്. ഒപ്പം കണ്ടില്ലെന്ന് നടിക്കാനാവാത്ത ഒരുപാട് നൊമ്പരങ്ങളും. ഡിസംബർ ആദ്യവാരത്തോടെയാണ് അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള നാടോടി കുടുംബങ്ങൾ നഗരങ്ങളിലേക്ക് ചേക്കേറുന്നത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് ഇവരിൽ ഭൂരിഭാഗവും. നഗരത്തിരക്കിൽ വർണ്ണബലൂണുകളും ചുവന്ന തുപ്പികളുമായി ഇവർ നിലയുറപ്പിച്ചു തുടങ്ങിയിട്ട് നാളുകളായി. മുതിർന്നവർക്കൊപ്പം തന്നെ കൊച്ചുകുട്ടികളും ഈ വിൽപ്പനയിൽ സജീവമാണ്. കണ്ണുകളിൽ ദൈന്യതയാണെങ്കിലും ഇവരുടെ കയ്യിലുള്ളത് തിളങ്ങുന്ന നക്ഷത്ര വിളക്കുകൾ. രാത്രി വൈകിയും ഉറങ്ങാതെ നഗരത്തിലെ വഴിയാത്രക്കാർക്ക് പിന്നാലെ ഓടുകയാണ് ഈ കുരുന്നുകൾ. സാബ് ഏക് ലേലോ എന്ന ദയനീയമായ വിളിയുമായി ഇവർ നീട്ടുന്നത് സന്തോഷത്തിൻ്റെ മുഖംമൂടികളാണ്. എന്നാൽ അതിനു പിന്നിൽ മറഞ്ഞിരിക്കുന്നത് വിശപ്പിൻ്റെയും ഉറക്കമില്ലായ്മയുടെയും കൈപ്പേറിയ യാഥാർത്ഥ്യങ്ങളാണ്. മിക്കവാറും കുട്ടികൾ രാത്രിയുടെ യാമങ്ങളിലും തണുപ്പിനെ വകവയ്ക്കാതെ വഴിയാത്രക്കാരോട് വിലപേശുന്നത് ഇവിടെ പതിവ് കാഴ്ചയാണ്. നഗരം ഉറങ്ങാൻ തയ്യാറെടുക്കുമ്പോൾ ഈ കച്ചവടക്കാരുടെ പിഞ്ചു കുഞ്ഞുങ്ങൾ റോഡരികിലെ തണുത്ത കോൺക്രീറ്റ് തറയിൽ ചുരുണ്ടുകൂടി ഉറങ്ങുകയാണ്. ഡിസംബറിലെ തണുപ്പിൽ തെരുവോരങ്ങളിൽ അന്തിയുറങ്ങുന്ന ഈ കുരുന്നുകൾക്ക് ക്രിസ്മസ് എന്നത് ഒരു ആഘോഷമല്ല, മറിച്ച് പട്ടിണി മാറ്റാനുള്ള ഒരു കാലം മാത്രമാണ്. നാട് ക്രിസ്മസ് കരോൾ ഗീതങ്ങളാൽ മുഖരിതമാകുമ്പോൾ ഈ തെരുവ് ബാല്യങ്ങൾ തങ്ങളുടെ പക്കലുള്ള അവസാന ബലൂണും വിറ്റുതീർക്കാനുള്ള തത്രപ്പാടിലാണ്.
നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങൾ വീടുകളിൽ ഒതുങ്ങുമ്പോൾ നഗരത്തിന്റെ തണുത്ത നടപ്പാതകളിലെ ഈ പുതുതലമുറ ഉണ്ണിയേശുമാരെ നാം കാണാതെ പോകരുത്. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. പിലിക്കോട് കാലിക്കടവ് മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലെ മര ഉരുപ്പടിശാലയിൽ തീപിടുത്തം. പ്ലെയിനർ മെഷീനും അനുബന്ധ ഉപകരണങ്ങളും മര ഉരുപ്പടികളും കത്തിനശിച്ചു. കാലിക്കടവ് ടൗണിലെ മിനി ഇൻഡസ്ട്രിയൽ ഏരിയയിൽ പ്രവർത്തിക്കുന്ന ടിംബറാഡ് കടയിലാണ് തീപിടുത്തമുണ്ടായത്. ചൊവ്വാഴ്ച രാത്രിയാണ് പ്ലെയിനർ മെഷീനിനടുത്ത് തീപിടിച്ചത്. പിന്നീട് മര ഉരുപ്പടികളിലേക്ക് തീ ആളിപ്പടരുകയായിരുന്നു. രാത്രി തൃക്കരിപ്പൂരിൽ നിന്ന് അഗ്നിരക്ഷാസേനയെത്തി തീ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു. രാജ്മോഹന്റെ ഉടമസ്ഥതയിലുള്ള കട മറ്റൊരാളാണ് നടത്തുന്നത്. നാട്ടുകാർ തീപിടുത്തം കണ്ട് അഗ്നിരക്ഷാസേനയെ വിവരമറിയിച്ചതുകൊണ്ട് തൊട്ടടുത്ത ഓയിൽ മില്ലിലേക്ക് തീ പടർന്ന് വലിയ നാശത്തിലേക്ക് എത്തുന്നത് ഒഴിവായതിന്റെ ആശ്വാസത്തിലാണ് വ്യാപാരികളും നാട്ടുകാരും. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പറന്നുയർന്ന് കോഴിവില. കോഴിക്കുഞ്ഞുങ്ങൾക്ക് രോഗം വന്ന് കൂട്ടത്തോടെ ചത്തുപോയതാണ് ഇപ്പോഴത്തെ വിലവർധനവിന്റെ പ്രധാന കാരണം. പുറമെ പരിപാലന ചിലവും വർദ്ധിച്ചതോടെ കോഴിവില ഇനിയും മേലോട്ടേക്കാണെന്നാണ് കച്ചവടക്കാർ പറയുന്നത്. ഫാമുകളിൽ വളർത്തിയിരുന്ന കോഴിക്കുഞ്ഞുങ്ങൾ രോഗം വന്ന് കൂട്ടത്തോടെ ചത്തുപോയിരുന്നു. ഇതൊരു പകർച്ചവ്യാധി ആയതുകൊണ്ട് തന്നെ മിക്കവാറും ഫാമുകൾ അടഞ്ഞുകിടന്നതാണ് കോഴിവില വർദ്ധിക്കാൻ പ്രധാന കാരണമായി പറയുന്നത്. ഒപ്പം പരിപാലന ചെലവും വലിയ തോതിൽ വർദ്ധിച്ചു. കിലോയ്ക്ക് 165 രൂപയാണ് ബുധനാഴ്ചത്തെ നിരക്ക്. സാധാരണ മണ്ഡലകാലത്ത് ചിക്കൻ വിലയിൽ വലിയ കുറവുണ്ടാവുകയാണ് പതിവ്. ക്രിസ്തുമസും മണ്ഡലകാലവും കഴിയുന്നതോടെ വില ഇനിയും ഉയരാനാണ് സാധ്യതയെന്നാണ് കച്ചവടക്കാർ പറയുന്നത്. ഭൂരിഭാഗം കമ്പനികളും കോഴിത്തീറ്റയിൽ 60% ചോളമാണ് ഉപയോഗിക്കുന്നത്. കോഴിക്കുഞ്ഞിന്റെ വില, തൊഴിലാളികളുടെ വേതനം, വൈദ്യുതി ചാർജ്, മരുന്ന് എന്നീ ചെലവുകളും വർദ്ധിച്ചതോടെ കർഷകർ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഇതിനിടെയാണ് കൂനിൻ വിലക്കുരു എന്ന പോലെ പകർച്ചവ്യാധിയുടെ വ്യാപനം. തമിഴ്നാട്ടിൽ കോഴി കർഷകർ ജനുവരി 1 മുതൽ സമരവും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വില ഇനിയും മേലോട്ടേക്കെന്നാണ് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, കരുവള്ളൂർ. ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും സന്തോഷങ്ങൾക്ക് നിറം കൂട്ടാൻ കേക്കില്ലാതെ പറ്റില്ല. വീടുകളിലും സ്ഥാപനങ്ങളിലുമെല്ലാം ആഘോഷത്തിന്റെ മധുരമായി എത്തുന്നത് കേക്കുകളാണ്. ഈ ആഘോഷകാലത്തെ കൂടുതൽ രുചികരമാക്കാൻ കമല ബേക്കറി ഇത്തവണ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് വ്യത്യസ്ത രുചികളും പുതുമയാർന്നതുമായ കേക്കുകളുടെ പ്രത്യേക ശേഖരമാണ്. ക്രിസ്തുമസിന്റെയും പുതുവത്സരത്തിന്റെയും സന്തോഷ നിമിഷങ്ങൾക്ക് നിറം കൂട്ടാൻ കേക്കില്ലാതെ ആലോചിക്കാനാവില്ല. വീടുകളിലും സ്ഥാപനങ്ങളിലുമെല്ലാം ആഘോഷത്തിന്റെ മധുരമായി എത്തുന്നത് കേക്കുകളാണ്. ഈ ആഘോഷക്കാലത്തെ കൂടുതൽ പ്രത്യേകമാക്കാൻ കമല ബേക്കറി ഇത്തവണ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് വ്യത്യസ്ത രുചികളും പുതുമയാർന്ന ഡിസൈനുകളുമായ കേക്കുകളുടെ പ്രത്യേക ശേഖരമാണ്. പരമ്പരാഗത പ്ലം കേക്കുകൾക്കൊപ്പം ചോക്ലേറ്റ് ട്രഫിൾ, റെഡ് വെൽവെറ്റ്, ബട്ടർ സ്കോച്ച് തുടങ്ങിയ ഫ്രഷ് ക്രീം കേക്കുകൾ കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ആകർഷിക്കുന്ന വൈവിധ്യമാർന്ന കേക്കുകളാണ് കമല ബേക്കറിയിൽ ഒരുക്കിയിരിക്കുന്നത്. ഉയർന്ന നിലവാരമുള്ള ചേരുവകളും വീട്ടിലെ രുചി ഓർമ്മിപ്പിക്കുന്ന മധുരവുമാണ് ഇവയുടെ പ്രത്യേകത. ലൈവായി തന്നെ കേക്കുകൾ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. കമല ബേക്കറിയുടെ ഓണർ തമ്പാൻ ചേട്ടൻ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. തമ്പാൻ ചേട്ടാ, എന്തൊക്കെയാണ് കമല ബേക്കറിയിലെ സ്പെഷ്യൽ കേക്ക്സ്? സ്പെഷ്യൽ കേക്ക് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ടെൻഡർ കോക്കനട്ട്, ഹണി നട്ട്, പിന്നെ ഒരുപാട് പഴയ എടുക്കുന്ന പോലത്തെ, പിന്നെ ബ്ലൂബെറി, പിന്നെ റെഡ് വെൽവെറ്റ്, അങ്ങനെയുള്ള ഒരുപാട് കേക്കുകൾ വെറൈറ്റികൾ ഉണ്ടാക്കുന്നത്. പിന്നെ ആൾക്കാർ പറയുന്നതിനനുസരിച്ചിട്ട് അതും നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. അതുപോലെ തന്നെ ഞങ്ങൾ ഇപ്പോൾ ഈ ടൗണിൽ തന്നെ ബസ് സ്റ്റാൻഡിൽ തന്നെ ലൈവായിട്ട് നമ്മൾ ബാക്കിയുള്ള എല്ലാ പ്രൊഡക്ട്സുകളും ഉണ്ടാക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ റസ്ക് ആയാലും പപ്സ് ആയാലും ബിസ്ക്കറ്റ്, ബ്രെഡ്, എല്ലാ സാധനങ്ങളും ഞങ്ങൾ ഈ ടൗണിൽ നിന്ന് ലൈവായിട്ട് ആൾക്കാർ മുന്നിൽ വെച്ചിരുന്ന് ചെയ്തു കൊടുക്കാനുള്ള സംവിധാനം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹോം ഡെലിവറിയും കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ക്രിസ്തുമസിനും പുതുവത്സരങ്ങൾക്കുമൊക്കെ കസ്റ്റമൈസ്ഡ് കേക്കുകളും മുൻകൂട്ടി ഓർഡർ ചെയ്യാനുള്ള സൗകര്യവും കമല ബേക്കറി ഒരുക്കിയിട്ടുണ്ട്. വിലയിലും ഗുണനിലവാരത്തിലും ഒരുപോലെ വിശ്വാസം നൽകുന്ന കമല ബേക്കറി ഈ ക്രിസ്തുമസ് പുതുവത്സര കാലത്ത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ മധുരമാക്കുമെന്ന് ഉറപ്പു നൽകുന്നു. ഈ ആഘോഷക്കാലത്ത് മധുരമുള്ള ഓർമ്മകൾ സമ്മാനിക്കാൻ കമല ബേക്കറിയിലെ പ്രത്യേക കേക്കുകൾ ഒരിക്കൽ പരീക്ഷിച്ചു നോക്കൂ. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഓരോ 5 മിനിറ്റിലും ഒരു സൈക്കിൾ യാത്രികനെ കാണാം കണ്ണൂർ ജില്ലയിലെ ഈ ഗ്രാമവീഥിയിൽ. ആധുനികതയുടെ വേഗത്തിനിടയിലും സൈക്കിളിന്റെ ലാളിത്യം കൈവിടാതെ ചെറുകുന്ന്, കണ്ണപുരം ഗ്രാമങ്ങൾ. വേഗതയേറിയ ഈ കാലഘട്ടത്തിലും സൈക്കിളിനെ ആശ്രയിച്ച് ജീവിക്കുന്ന നിരവധി പേരുണ്ട് ചെറുകുന്ന്, കണ്ണപുരം ഗ്രാമങ്ങളിൽ. ഓരോ 5 മിനിറ്റിന്റെ ഇടവേളകളിലും നിരവധി പേരെയാണ് നമുക്ക് സൈക്കിളിൽ കാണാൻ സാധിക്കുക. ഇതാണ് ഈ ഗ്രാമത്തിന്റെ പ്രത്യേകത. കാറുകളും ബൈക്കുകളും നഗരവീഥികൾ കീഴടക്കിയ ഈ കാലത്തും ചെറുകുന്ന്, കണ്ണപുരം പ്രദേശങ്ങളിൽ ഇന്നും സൈക്കിളിൽ യാത്ര ചെയ്യുന്ന നിരവധി ആളുകളുണ്ട്.
യാത്രക്കാർ, തൊഴിലാളികൾ, മുതിർന്ന പൗരന്മാർ വരെ ദൈനംദിന യാത്രയ്ക്കായി ഇന്നും സൈക്കിളിനെ ആശ്രയിക്കുന്നു. ഇത് ചിലർക്ക് ആരോഗ്യത്തിനായി, ചിലർക്ക് പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി, മറ്റു ചിലർക്ക് ജീവിതത്തിന്റെ ഭാഗമായും മാറിയിരിക്കുന്നു. എന്താണ് പേര്? ബാലകൃഷ്ണൻ. അപ്പൊ എത്ര കൊല്ലമായിട്ടുണ്ടോ സൈക്കിൾ ഓടിക്കാൻ തുടങ്ങി? 30 കൊല്ലമായിട്ടുണ്ടോ. എല്ലാ കാര്യങ്ങളും ഈ സൈക്കിളിൽ തന്നെയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് സൈക്കിൾ ഓടിക്കൽ ഇത്ര ഒരു ഇഷ്ടമായി മാറിയത്? സൈക്കിൾ ഓടുന്ന പറഞ്ഞാല് പിന്നെ ഒന്നാമത് കറവാണ്. ആദ്യം കമ്പിരി പഴയ ബസ്സിന്റെ കുറഞ്ഞ ജോലിയായിരുന്നു. അന്നേരം സൈക്കിളിലാണ് പോവുക. സൈക്കിളില്ല. പിന്നെ അതേപോലെ തന്നെ ഈ കറവ് തുടങ്ങിയ ശേഷം പിന്നെ പാൽ കൊണ്ട് കൊടുക്കാനുള്ള സൈക്കിൾ. പിന്നെ കറിയായിട്ട് ടച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് സൈക്കിൾ പോകാം. അപ്പോൾ അത് ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് സാധനം വാങ്ങിക്കാനുള്ളത്. ഇന്ധനവില കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ ചിലവ് കുറഞ്ഞ യാത്രാമാർഗം കൂടിയാണ് സൈക്കിൾ. എന്താണ് പേര്? സജീവൻ. അപ്പൊ കുറെ വർഷമായോ സൈക്കിൾ ഓടിക്കാൻ തുടങ്ങിയിട്ട്? 45 വർഷമായി. അപ്പൊ എങ്ങനെയാണ് സൈക്കിൾ ഒരു ഫ്രീ ആയി വേഗത്തിലെത്താൻ ശരിക്കും ഇപ്പൊ എല്ലാവരും ബൈക്കിനെയാണ് ആശ്രയിക്കുന്നത്? സൈക്കിളാണ് നമ്മുടെ ജീവിതോപാധി. മിൽമപ്പാൽ കൊണ്ട് പോയിട്ട് 16 വയസ്സ്. അപ്പൊ സൈക്കിളിൽ ഇപ്പം നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്താ എന്നുള്ള പ്രത്യേകത കൂടാതെ വേറെ എന്തൊക്കെയാണ് ഇതിൽ കാണുന്നത്? ഹെൽത്ത് ഈസ് വെൽത്ത്. വ്യായാമവും യാത്രയും ഒരുമിച്ച് സാധ്യമാകുന്നതും ഈ യാത്രയെ പ്രത്യേകമാക്കുന്നു. കുട്ടിക്കാലത്ത് തുടങ്ങിയ യാത്രയാണ് ഇന്നും അതേ സൈക്കിൾ എന്ന് പറയുന്ന മുതിർന്നവർ ഈ നാടിന്റെ ആത്മാവായി മാറുന്നു. സൈക്കിൾ യാത്ര സംരക്ഷിക്കുന്ന ഈ ജീവിതശൈലി ചെറുകുന്ന് കണ്ണപുരത്തിന്റെ നിശബ്ദമായെങ്കിലും ശക്തമായ സന്ദേശമാണ്. ആരോഗ്യത്തിനും പ്രകൃതിക്കും ഒപ്പം മനുഷ്യനും. കണ്ണപുരം ചെറുകുന്ന മേഖലകളിൽ ഇന്നും നിരവധി പേർ ആശ്രയിക്കുന്നത് സൈക്കിളിനെ തന്നെയാണ്. ചെറുകുന്നിൽ നിന്നും നികേഷ് താവത്തിനോടൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്. തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിൽ നടന്നുവരുന്ന ദേശീയ സബ് ജൂനിയർ ടെന്നിക്കോയ്റ്റ് ചാമ്പ്യൻഷിപ്പിലെ പെൺകുട്ടികളുടെ ടീം ചാമ്പ്യൻഷിപ്പ് ക്വാർട്ടർ നിര തെളിഞ്ഞു. ആതിഥേയരായ കേരളവും നിലവിലെ ചാമ്പ്യന്മാരായ തമിഴ്നാടും കരുത്തരായ പോണ്ടിച്ചേരിയും ഉൾപ്പെടെ 8 ടീമുകളാണ് ടീം ചാമ്പ്യൻഷിപ്പിന്റെ ക്വാർട്ടറിൽ കടന്നത്. ടെന്നിക്കോയ്റ്റ് ദേശീയ ചാമ്പ്യൻഷിപ്പിലെ 2 ദിവസങ്ങളിലായി നടന്ന പെൺകുട്ടികളുടെ ടീം ചാമ്പ്യൻഷിപ്പിൽ ചൊവ്വാഴ്ച വൈകുന്നേരത്തോടെയാണ് ക്വാർട്ടർ നിര പൂർത്തിയായത്. ബുധനാഴ്ച രാവിലെ 7 മണി മുതലാണ് ക്വാർട്ടർ മത്സരങ്ങൾ നടക്കുക. നിലവിലെ ചാമ്പ്യന്മാരായ തമിഴ്നാട് പശ്ചിമ ബംഗാളുമായും കർണാടക ഡൽഹിയുമായും പോണ്ടിച്ചേരി മഹാരാഷ്ട്രയുമായും ആന്ധ്രാപ്രദേശ് കേരളവുമായും മാറ്റുരക്കും. അതേസമയം ആൺകുട്ടികളുടെ ടീം ചാമ്പ്യൻഷിപ്പിൽ കേരളം ഉൾപ്പെടെയുള്ള ടീമുകളുടെ ലീഗിലെ അവസാനവട്ട മത്സരങ്ങൾ ബുധനാഴ്ച മാത്രമേ പൂർത്തിയാകൂ. 2 വിഭാഗങ്ങളുടെയും വ്യക്തിഗത മത്സരങ്ങളും ബുധനാഴ്ച നടക്കും. വൈകുന്നേരം 4-ന് ക്രിസ്തുമസ് ആഘോഷവും ബ്രോഷർ പ്രകാശനവും നടക്കും. മുൻ ഇന്ത്യൻ ഫുട്ബോളർ M. സുരേഷ് മുഖ്യ അതിഥിയായിരിക്കും. തുടർന്ന് വിവിധ കലാ സാംസ്കാരിക പരിപാടികൾ നടക്കും. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പൊട്ടിപ്പൊളിഞ്ഞ് കാൽനടയാത്ര പോലും ദുഷ്കരമായി വലിയപൊയിൽ പുത്തൂർ റോഡ്. കരിവള്ളൂർ പെരളം പഞ്ചായത്തിൽപ്പെടുന്ന ഭാഗം പൂർണ്ണമായും തകർന്നിട്ട് മാസങ്ങളായി. പൊട്ടിപ്പൊളിഞ്ഞ് കാൽനടയാത്ര പോലും ദുഷ്കരമായി വലിയപൊയിൽ പുത്തൂർ റോഡ്. കരിവള്ളൂർ പെരളം പഞ്ചായത്തിൽപ്പെടുന്ന ഭാഗം പൂർണ്ണമായും തകർന്നിട്ട് മാസങ്ങളായി. ടാർ കാണാനേയില്ല. ജില്ലുകൾ ഇളകിത്തെറിച്ച് റോഡാകെ നിറഞ്ഞിരിക്കുന്നു. ഇരുചക്ര വാഹനങ്ങൾ ഇവിടെ വീഴുന്നത് പതിവ് കാഴ്ചയാണ്. മെയ് അവസാനം ടാർ ചെയ്താൽ മഴ പെയ്യുമ്പോൾ ജൂൺ ആദ്യവാരം തന്നെ റോഡ് തകർന്നാൽ അടുത്ത വർഷവും ടാർ ചെയ്യുന്ന പതിവ് തുടരാമെന്ന കണക്കുകൂട്ടലിലാകും ചിലരൊക്കെ. പാവം പൊതുജനം സഹിക്കുക തന്നെ. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പയ്യന്നൂർ ലസാരോ അക്കാദമിയിൽ ക്രിസ്മസ് ആഘോഷം എസ്ട്രല്ല വിപുലമായ പരിപാടികളോടെ നടന്നു. ലസാരോ അക്കാദമി മാനേജിംഗ് ഡയറക്ടർ ജോബി KP ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ ലസാരോ അക്കാദമിയിൽ ക്രിസ്തുമസ് ആഘോഷം എസ്റ്ററല്ല വിപുലമായ പരിപാടികളോടെ നടന്നു. ലസാരോ അക്കാദമി മാനേജിംഗ് ഡയറക്ടർ ജോബി KP ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രിൻസിപ്പൽ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ലസാരോ ഫാഷൻ അക്കാദമി മാനേജിംഗ് ഡയറക്ടർ രമ്യ ജോസഫ് പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ക്രിസ്മസിന്റെ ആത്മാർത്ഥതയും പങ്കുവയ്പിന്റെയും സന്ദേശം ക്രിസ്മസ് പ്രോഗ്രാം കോർഡിനേറ്റർ അശ്വതി പ്രഭാഷണത്തിൽ വിശദീകരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി. വൈസ് പ്രിൻസിപ്പൽ നയന P, സ്റ്റാഫ് സെക്രട്ടറി അഞ്ജലി KV, അഫീദ KT, അഫൈസ്, പ്രോഗ്രാം കോർഡിനേറ്റർമാരായ സ്വാതി കൃഷ്ണ, ബീന, ഫാത്തിമത്ത് ഷെറിൻ തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്ത ക്രിസ്തുമസ് ആഘോഷങ്ങൾ സന്തോഷവും സൗഹൃദവും നിറഞ്ഞ അന്തരീക്ഷത്തിൽ സമാപിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ എക്സ്പോ പ്രദർശനം ആരംഭിച്ചു. പയ്യന്നൂർ പോലീസ് മൈതാനിയിൽ DJ അമ്യൂസ്മെന്റ് പാലക്കാടിന്റെ നേതൃത്വത്തിലാണ് പയ്യന്നൂർ എക്സ്പോ പ്രദർശനം ആരംഭിച്ചത്.
ഡിസംബർ 23 മുതൽ 35 ദിവസം പയ്യന്നൂർ പോലീസ് മൈതാനിയിൽ നടക്കുന്ന പയ്യന്നൂർ എക്സ്പോയുടെ ഉദ്ഘാടനം പയ്യന്നൂർ MLA ടി.ഐ. മധുസൂദനൻ നിർവഹിച്ചു. ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് കെ.യു. വിജയകുമാർ, ഒ.ടി. സുജീഷ്, ബെന്നി VS, രഘുനാഥ് മുഴുപ്പിലങ്ങാട്, അനിൽ ചിത്രാഞ്ജലി, നഗരസഭാ കൗൺസിലർമാരായ ദിനൂപ്, VKP ഇസ്മായിൽ, M. രാമകൃഷ്ണൻ തുടങ്ങിയ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സംബന്ധിച്ചു. റോബോട്ടിക് ബട്ടർഫ്ലൈ, പാർക്കിൽ പറന്നു നടക്കുന്ന കിളികൾ, ഒട്ടനവധി സ്റ്റാളുകൾ, വീട്ടിലേക്ക് ആവശ്യമായ ഉപകരണങ്ങൾ, ഫുഡ് കോർട്ട്, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉല്ലസിക്കാവുന്ന അമ്യൂസ്മെന്റ് പാർക്ക്, ദിവസേന വിവിധ കലാപരിപാടികൾ തുടങ്ങിയവയാണ് മേളയിൽ ഒരുക്കിയിട്ടുള്ളത്. എല്ലാ ദിവസവും വൈകിട്ട് 4 മണി മുതൽ രാത്രി 9:30 വരെയാണ് പ്രവേശനം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ ബാഗ് ബസാറിൽ ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് ബാഗുകൾക്ക് 75% വരെ വിലക്കുറവ്. ഡിസംബർ 20 മുതൽ ജനുവരി 20 വരെയാണ് ഡിസ്കൗണ്ട് സെയിൽ നടക്കുന്നത്. ലേഡീസ് ബാഗുകൾ, മെൻസ് ബാഗുകൾ, സ്കൂൾ ബാഗുകൾ, ട്രാവൽ ബാഗുകൾ തുടങ്ങി ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ഏറ്റവും നല്ല സർവീസോട് കൂടി ലഭ്യമാക്കും. പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ പുതിയ പ്രതീക്ഷയോട് കൂടിയാണ് ബാഗ് ബസാർ കടക്കുന്നത്. പയ്യന്നൂരിൽ ആദ്യമായിട്ടാണ് ബാഗ് ബസാർ ഒരു ബാഗിൻ്റെ ഷോറൂം തുടങ്ങുന്നത് 2003. അതിനുശേഷം ഇതുവരെയും ബാഗ് ബസാറിൻ്റെ പ്രയാണത്തിൽ ജനങ്ങൾ നൽകിയ പിന്തുണയും അതുപോലെ തന്നെ ജനങ്ങളുടെ വിശ്വാസവും കാത്തു സൂക്ഷിക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പുതിയ കാലത്തെ അനുസരിച്ച് എല്ലാ വിഭാഗം ആളുകൾക്കും അവർ ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ വ്യത്യസ്ത റേഞ്ചുകളിൽ, ക്വാളിറ്റിയിൽ, സെലക്ഷനിൽ എത്തിച്ചു കൊടുക്കുക എന്നതാണ് ബാഗ് ബസാറിൻ്റെ പുതിയ രീതി. അത് ജനങ്ങളിൽ വലിയ രീതിയിൽ മതിപ്പുണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വർഷങ്ങളായിട്ട് ബാഗ് ബസാറിൻ്റെ കൂടെ നിൽക്കുന്ന കസ്റ്റമറെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്നുണ്ട്. പിന്നെ ഓൺലൈൻ ബിസിനസ്സുകളും അതുപോലെ തന്നെ ഓഫറുകളും പരമാവധി ഒഴിവാക്കിക്കൊണ്ട് തന്നെ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ കമ്പനികളിൽ നിന്ന് നേരിട്ട് ആളുകൾക്ക് സാധനങ്ങൾ എത്തിച്ചുകൊണ്ട് അവർക്ക് പറ്റുന്ന ഏറ്റവും നല്ല സർവീസ് കൊടുത്ത് ഏറ്റവും നല്ല സെലക്ഷൻ കൊടുത്ത് അവരവരുടെ അഭിരുചിക്ക് അനുസരിച്ച് വില നിലവാരത്തിനനുസരിച്ച് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നതാണ്. ഏതായിരുന്നാലും ഇപ്പോൾ നമ്മൾ ബാഗ് ബസാർ ഒരു ഡിസ്കൗണ്ട് സെയിൽ നടത്തുന്നുണ്ട്. ഡിസംബർ 20 മുതൽ ജനുവരി 20 വരെയുള്ള ഒരു സമയം, ഒരു മാസത്തേക്കുള്ള. അതിലൂടെ പരമാവധി ഉൽപ്പന്നങ്ങൾ 75% വരെ വില കുറച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളും വില കുറച്ച് കൊടുക്കുക എന്നത് മാത്രമല്ല, ക്വാളിറ്റിയുള്ള സാധനങ്ങൾ സർവീസോട് കൂടി കൊടുക്കുക എന്നതാണ്. ഏതായിരുന്നാലും എല്ലാ ആളുകൾക്കും ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ നേരുന്നു. പയ്യന്നൂരിൽ ആദ്യമായിട്ടാണ് ബാഗ് ബസാർ ബാഗിന്റെ ഷോറൂം 2003 തുടങ്ങുന്നത്. അതിനുശേഷം ഇതുവരെയും ബാഗ് ബസാറിന്റെ പ്രയാണത്തിൽ ജനങ്ങൾ നൽകിയ പിന്തുണയും വിശ്വാസവും കാത്തുസൂക്ഷിക്കാൻ ബാഗ് ബസാറിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് ഉടമ ഹസൻകുട്ടി വ്യക്തമാക്കി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മലയോരത്തിന്റെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പൂർണ്ണത പകർന്ന് അവനി ടെക്സ്റ്റൈൽസ് ടീമേനിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ചലച്ചിത്ര താരം അനഘ നാരായണൻ ഉദ്ഘാടനം ചെയ്തു. മലയോര ഗ്രാമമായ ചീമേനിയിൽ അവനി ടെക്സ്റ്റൈൽസ് പ്രവർത്തനം ആരംഭിച്ചു. ചലച്ചിത്ര താരം അനഘ നാരായണൻ ഉദ്ഘാടനം നിർവഹിച്ചു. പാരമ്പര്യവും ഫാഷൻ സങ്കല്പങ്ങളും കോർത്തിണക്കി കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രത്യേക സെക്ഷനുകളായി വസ്ത്രത്തിന്റെ വിപുല ശേഖരമാണ് ഇവിടെയും ഒരുക്കിയിരിക്കുന്നത്. ഉപഭോക്താക്കൾക്കായി അത്യാകർഷക ഓഫറുകളും ഡിസ്കൗണ്ടുകളും ഒരുക്കിയിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. മാത്തിൽ വടവന്തൂരിലെ ശയനബുദ്ധ പ്രതിമ ജനശ്രദ്ധയാകർഷിക്കുന്നു. ഇന്ത്യയിലെ ശയനബുദ്ധ ശില്പങ്ങളിൽ നീളത്തിന്റെ കാര്യത്തിൽ 2ാം സ്ഥാനത്താണ് ഈ ശില്പമുള്ളത്. ചെറുപുഴ പയ്യന്നൂർ റൂട്ടിലെ മാത്തിലിന് സമീപം വടവന്തൂരിൽ നിർമ്മിച്ച കൂറ്റൻ ശയനബുദ്ധ പ്രതിമ നാടിന് വിസ്മയമാകുന്നു. ഇന്ത്യയിലെ ശയനബുദ്ധ ശില്പങ്ങളിൽ നീളത്തിന്റെ കാര്യത്തിൽ 2ാം സ്ഥാനമാണ് വടവന്തൂരിൽ ഒരുക്കിയിരിക്കുന്ന ഈ ശില്പത്തിനുള്ളത്. പൂർണ്ണമായും സിമെന്റിൽ നിർമ്മിച്ച ഈ പ്രതിമയ്ക്ക് 27 അടി നീളവും 8 അടി ഉയരവുമാണുള്ളത്. ധ്യാനനിമഗ്നമായ കണ്ണുകളും മുഖത്തെ ചെറുപുഞ്ചിരിയുമാണ് ശില്പത്തിന്റെ പ്രധാന ആകർഷണം. കേവലം 2 മാസത്തെ കാലയളവ് കൊണ്ടാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്.
മലയോരത്തിന്റെ യുവശില്പിയായ സന്തോഷ് മാനസം, ശില്പികളായ പ്രണവ് കാരന്താട്ടിൽ, ഷിനു പാടിച്ചാൽ, ബാബു ഇടമന എന്നിവർ ചേർന്നാണ് ഈ ശില്പം ഒരുക്കിയിരിക്കുന്നത്. മലയോര മേഖലയുടെ ഒരു വികസനവും അതേപോലെ തന്നെ ടൂറിസവും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ശില്പം നിർമ്മിച്ചിട്ടുള്ളത്. ഇന്ത്യയിലെ തന്നെ വലിപ്പത്തിൽ ഈ ശില്പം 2ാം സ്ഥാനമാണുള്ളത്. വിവാഹം, മറ്റു പാർട്ടികൾ, അത്തരം പരിപാടികൾ ഇവിടെ നടത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇതിൻ്റെ പ്രവർത്തകർ ഈ പാർക്ക് നിർമ്മിച്ചിട്ടുള്ളത്. വലുപ്പത്തിലും ശൈലിയിലും വ്യത്യസ്തത പുലർത്തുന്ന ഈ ബുദ്ധപ്രതിമ കാണാൻ നിരവധി ആളുകളാണിപ്പോൾ വടവന്തൂരിലേക്ക് എത്തുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു. കൈതപ്രത്ത് ബസ് സ്റ്റോപ്പിന് സമീപത്തായാണ് പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത്. കൈതപ്രം ബസ് സ്റ്റോപ്പിന് സമീപത്തായാണ് കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത്. ദിവസങ്ങളോളമായി കുടിവെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട്. ഈ ഭാഗത്ത് റോഡ് നവീകരണ പ്രവൃത്തി നടക്കുന്നുണ്ട്. അവിടെയാണ് പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത്. വെള്ളം പാഴാകുന്നതിനാൽ സമീപത്തെ വീടുകളിൽ വെള്ളം കിട്ടുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഇത് കുറേ ദിവസമായി റോഡ് പണിയോ ഇത് പൊട്ടിപ്പോയിട്ട് അതൊന്ന് പെട്ടെന്ന് ശരിയാക്കി തരണമെന്നുള്ള ഒരു വലിയ ഇതുണ്ട്. അത് അവരെ വേണ്ടപ്പെട്ടവരെ കണ്ട് ഒന്ന് സംസാരിച്ചിട്ട് ഞങ്ങൾ കുറേ ആൾക്കാർ ഈ ലൈനിൽ കൂടെ ഇങ്ങനെ പൈപ്പ് പോകുന്നതാണ്. അത് എല്ലാവർക്കും ഇങ്ങോട്ട് പോയിട്ട് ചെയ്തു തരണമെന്നാണ് നമ്മൾ കണക്കിലെടുക്കുന്നത്. വാട്ടർ അതോറിറ്റി അധികൃതരെ വിവരം അറിയിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് പൊട്ടിയ പൈപ്പ് നന്നാക്കണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. മാതമംഗലം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. പരിപാടി കൂട്ടായ്മ രക്ഷാധികാരി രമേശൻ ഹരിത ഉദ്ഘാടനം ചെയ്തു. മാതമംഗലം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. മാതമംഗലത്ത് നടന്ന പരിപാടി കൂട്ടായ്മ രക്ഷാധികാരി രമേശൻ ഹരിത ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കുടുംബാംഗങ്ങളെ വളരെ സന്തോഷമുണ്ടെന്ന് നമ്മുടെ കൂട്ടായ്മയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ വിശേഷ ദിവസങ്ങളിലും ഏകദേശം ഒരു 7 വർഷക്കാലമായി നമ്മൾ ക്രിസ്മസ് ആയാലും ഓണമായാലും പെരുന്നാളായാലും നമ്മുടെ കൂട്ടായ്മയെ കവർ ചെയ്യുന്ന നമ്മുടെ നിർദ്ധനായ കുടുംബങ്ങളെ സഹായിക്കുക എന്ന രീതിയിൽ നമ്മുടെ കൃഷിയുടെ ഭാഗമായിട്ടും അതുപോലെ തന്നെ കൂട്ടായ്മയുടെ മെമ്പർമാരായിട്ടും നൽകുന്ന സംഖ്യയിൽ നിന്ന് ഈ വർഷത്തെ ക്രിസ്മസോടനുബന്ധിച്ചിട്ട് ഞങ്ങളുടെ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ക്രിസ്മസിൻ്റെ ഒരു കിറ്റ് വിതരണമാണ് നമ്മളിവിടെ ഇന്ന് നടത്തുന്നത്. നമ്മുടെ നിർദ്ധരായ ഈ നമ്മുടെ എരമംകുറ്റൂർ പഞ്ചായത്ത്, അതുപോലെ തന്നെ കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് അങ്ങനെയുള്ള നിർദ്ധന കുടുംബങ്ങളെ സഹായിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ചടങ്ങിൽ വെച്ച് 5 കുടുംബങ്ങൾക്ക് കൂട്ടായ്മ പ്രവർത്തകർ തയ്യാറാക്കിയ ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തു. കൂട്ടായ്മ പ്രവർത്തകരായ ചന്ദ്രൻ കാനായി, KV മനീഷ്, ബൈജേഷ് പാണപ്പുഴ, ഷൈജേഷ് പാണപ്പുഴ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. കാനായി ദേശോദ്ധാരണ വായനശാല ഗ്രന്ഥാലയം നാടകോത്സവം 2025 ഡിസംബർ 27 മുതൽ 31 വരെ നടക്കും. MLA M. വിജിൻ നാടകോത്സവം ഉദ്ഘാടനം ചെയ്യും. നഗരസഭ മുൻ ചെയർപേഴ്സൺ KV ലളിത മുഖ്യാതിഥിയായിരിക്കും. നഗരസഭാ കൗൺസിലർമാരായ SV രമേശൻ, PP സീത, ET പത്മനാഭൻ എന്നിവർ ആശംസകൾ അർപ്പിക്കും. ആദ്യ ദിനം അയനം നാടകവേദിയുടെ ഒറ്റമുറിയിലെ പെൺകുട്ടി എന്ന നാടകം അരങ്ങിലെത്തും. 2ാം ദിവസമായ ഡിസംബർ 28 ഞായറാഴ്ച വൈകുന്നേരം 7 മണിക്ക് EP നാരായണൻ സ്മാരക ഓഡിറ്റോറിയത്തിൽ അമ്പലപ്പുഴ സാരഥിയുടെ നവജാത ശിശു 84 വയസ്സ് എന്ന നാടകം അരങ്ങേറും. 3ാം ദിവസമായ ഡിസംബർ 29 തിങ്കളാഴ്ച വൈകുന്നേരം 7 മണിക്ക് വടക്കേടത്ത് രാമനാൻ തെക്കാണ്ടത്തിൽ മാതി സ്മാരക ഓഡിറ്റോറിയത്തിൽ ഗുരുവായൂർ ഗാന്ധാരയുടെ നാടകം BC 321 മഗധ എന്ന നാടകം അരങ്ങിലെത്തും. 4ാം ദിവസമായ ഡിസംബർ 30 ചൊവ്വാഴ്ച വൈകുന്നേരം 7 മണിക്ക് KM കല്യാണിക്കുട്ടി സ്മാരക ഓഡിറ്റോറിയത്തിൽ വള്ളുവനാട് നാദം കമ്മ്യൂണിക്കേഷൻസിന്റെ കാഴ്ച ബംഗ്ലാവ് എന്ന നാടകം അരങ്ങേറും. ഡിസംബർ 31 ബുധനാഴ്ച വൈകുന്നേരം സമാപന സമ്മേളനം TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്യും. 8 മണി മുതൽ ഗ്രാമോത്സവം നൃത്യങ്ങൾ നടക്കും. 9:30 മുതൽ ന്യൂ ഇയർ പ്രോഗ്രാമിന്റെ ഭാഗമായി താവം ഗ്രാമവേദി അവതരിപ്പിക്കുന്ന വടക്കാങ്ങര പെരുമ എന്ന നാടൻപാട്ട് പരിപാടി നടക്കും. P. ഗംഗാധരൻ, C. മധുസൂദനൻ മാസ്റ്റർ, CR പ്രജീഷ്, M. ചന്ദ്രൻ, KV രാജീവൻ, PK പത്മനാഭൻ മാസ്റ്റർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
70ന്റെ നിറവിൽ പെരളം പൊതുജന വായനശാല ഗ്രന്ഥാലയം ഡിസംബർ 25 വൈകുന്നേരം കൊഴുമ്പൽ ബാങ്ക് പരിസരത്തു നിന്നും ആരംഭിക്കുന്ന വിളംബര ഘോഷയാത്രയോടെ ആഘോഷ പരിപാടികൾക്ക് തുടക്കമാകും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കൊഴുമ്പൽ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന പെരളം പൊതുജന വായനശാല ഗ്രന്ഥാലയം 70ാം വാർഷിക നിറവിൽ. പയ്യന്നൂർ താലൂക്കിൽ ആദ്യം സ്ഥാപിക്കപ്പെട്ട ഗ്രന്ഥാലയങ്ങളിൽ ഒന്നാണിത്. കരിവള്ളൂർ പെരളം പഞ്ചായത്തിലെ ഏറ്റവും ആദ്യത്തേതും. 1939 രണ്ടാം ലോക മഹായുദ്ധകാലത്ത് നാട്ടിൽ പട്ടിണിയും ദാരിദ്ര്യവും രൂക്ഷമായപ്പോൾ ഉത്തര മലബാറിൽ കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ ജന്മിത്വത്തിനും സാമ്രാജ്യത്വത്തിനുമെതിരായി നിരവധി പോരാട്ടങ്ങൾ നടന്നു. കർഷക പോരാട്ടങ്ങളുടെ ഭാഗമായി ജനങ്ങൾക്ക് സംഘടിക്കുന്നതിനും യോഗങ്ങൾ ചേരുന്നതിനും ക്ലാസുകൾ നടത്തുന്നതിനും ആവശ്യമായ ഒരു കേന്ദ്രം എന്ന നിലയിലാണ് വായനശാലയുടെ ആദ്യകാല പ്രവർത്തനം ആരംഭിക്കുന്നത്. 1946 ഡിസംബർ 20 കരിവള്ളൂർ സമരത്തിന്റെ ഭാഗമായി സമരത്തിൽ പങ്കെടുത്തിരുന്ന കർഷക സംഘം പ്രവർത്തകരെ പിടികൂടുന്നതിന് പൂർത്തീകരിക്കാത്ത വായനശാല കെട്ടിടം പോലീസ് കോൺസെൻട്രേഷൻ ക്യാമ്പാക്കി മാറ്റിയിരുന്നു. 1955 പൂർണ്ണതോതിൽ പ്രവർത്തനം ആരംഭിച്ച വായനശാല കയ്യൂർ രക്തസാക്ഷി സ്മാരക വായനശാല എന്ന പേരിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയെങ്കിലും ഗവൺമെന്റ് അനുവദിച്ച 500 രൂപയുടെ ധനസഹായം ലഭ്യമാക്കണമെങ്കിൽ വായനശാലയുടെ പേര് മാറ്റണമെന്ന നിർബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ പെരളം പൊതുജന വായനശാല എന്ന് പുനർനാമകരണം ചെയ്യേണ്ടി വന്നു. വാർഷികാഘോഷ പരിപാടിയുടെ ഉദ്ഘാടനം 26 വൈകിട്ട് 7 മണിക്ക് ടി.ഐ. മധുസൂദനൻ MLA നിർവഹിക്കും. കൈതപ്രം ദാമോദരൻ നമ്പൂതിരി മുഖ്യാതിഥിയായി പങ്കെടുക്കും. തുടർന്ന് പുന്നാട് പുലിക അവതരിപ്പിക്കുന്ന ഫോക്ക് മ്യൂസിക് ബാൻഡ് അരങ്ങേറും. 25 വൈകുന്നേരം 5 മണിക്ക് വിളംബര ഘോഷയാത്ര. വാർഷികാഘോഷ പരിപാടിയുടെ ഭാഗമായി ലൈബ്രറി പ്രവർത്തക ക്യാമ്പ്, മുൻകാല വായനശാല പ്രവർത്തകരുടെ സംഗമം, കുട്ടികൾക്കായുള്ള സാഹിത്യ ക്യാമ്പ്, കലാകായിക മത്സരങ്ങൾ, സെമിനാറുകൾ എന്നിവ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. M. രാഘവൻ, K. സന്തോഷ്, MV. രാധാകൃഷ്ണൻ, A. രമേശൻ, അരുൺ രാംബോത്ത് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. പയ്യന്നൂർ മാർഷൽ ആർട്സ് യോഗ ആൻഡ് ഫിറ്റ്നസ് അക്കാദമിയുടെ നേതൃത്വത്തിൽ 4ാമത് സംസ്ഥാന പവർ ഫെസ്റ്റ് 2025 ഡിസംബർ 26 പയ്യന്നൂരിൽ നടക്കും. പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര മൈതാനിയിൽ നടക്കുന്ന ഫെസ്റ്റ് ടി.ഐ. മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടന ചടങ്ങിൽ P. സന്തോഷ് അധ്യക്ഷത വഹിക്കും. കൗൺസിലർ P. ശ്യാമള മുഖ്യാതിഥിയാകും. കൗൺസിലർമാരായ M. പ്രദീപൻ, K. V. മോഹനൻ, N. V. സുമ, ദിവ്യ കരിപ്പത്ത്, C. M. നിഖിൽ തുടങ്ങിയവർ സംസാരിക്കും. 20,000 രൂപ, 15,000 രൂപ, 10,000 രൂപ എന്നിങ്ങനെയാണ് മത്സരത്തിന്റെ സമ്മാനത്തുക. 6 ടീമുകൾ മത്സരത്തിൽ പങ്കെടുക്കും. അനുബന്ധമായി കളരിപ്പയറ്റ് പ്രദർശന മത്സരം നടക്കും. സമാപന സമ്മേളനം അഡ്വക്കേറ്റ് സരിൻ ശശി ഉദ്ഘാടനം ചെയ്യും. പവർ ഫെസ്റ്റ് ചെയർമാൻ P. A. സന്തോഷ് അധ്യക്ഷത വഹിക്കും. ശശി വട്ടക്കൊവൽ, M. പ്രസാദ്, P. U. രാജൻ, P. രവീന്ദ്രൻ, അനിൽ പുത്തലത്ത് തുടങ്ങിയവർ സംസാരിക്കും. പവർ ഫെസ്റ്റിന്റെ പ്രചരണ ഭാഗമായി ഡിസംബർ 25 വൈകിട്ട് 5 മണിക്ക് ബൈക്ക് റാലി മഹാദേവ ഗ്രാമത്തിൽ വെച്ച് ആരംഭിക്കും. സന്തോഷ് P. A, D. സുനിൽ, മധു ഒറിജിൻ, വൈശാഖ് ഗുരുക്കൾ, ബാബു KV, T. രവീന്ദ്രൻ, രവീന്ദ്രൻ കേളോത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.